ഒന്നാമത് ഈ കേസ് വളരെ പഴയതാണ്. 2017, 18, 19 കാലത്താണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായത്. CMRL എന്ന് പറയുന്ന കരിമണൽ ഉപയോഗിച്ച് റൂട്ടൈൽസും കെമിക്കൽസും ഉണ്ടാക്കുന്ന ഏലൂരിലെ ഒരു കമ്പനി, ആ കമ്പനി CMRL എന്ന ആ കമ്പനിക്ക് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി സോഫ്റ്റ്വെയർ നൽകി എന്ന് പറഞ്ഞു 1.25 കോടി രൂപ കൊടുക്കുകയും അതിൻ്റെ മെയിൻ്റനൻസ് എന്ന അർത്ഥത്തിൽ 5 ലക്ഷം രൂപ വീതം മാസം കൊടുക്കുകയും ചെയ്തു എന്നാണ് കണക്ക് വന്നത്. ഈ കണക്ക് പുറത്തു വന്നത് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇന്ററിം സെറ്റിൽമെന്റിൽ തങ്ങൾക്ക് ചിലവായ പണത്തിന്റെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തിയത്. അത് വരുമാനമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇത് സംബന്ധിച്ച് വലിയ അന്വേഷണം ആരംഭിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കമ്പനി നിയമങ്ങളുടെ ലംഘനം പരിശോധിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനവും മണി ലോണ്ടറിങ് അഥവാ പണം തട്ടൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് PMLA ആക്ട് അനുസരിച്ച് EDയും ഒരു കേസെടുത്തിരുന്നു. ഈ കേസെടുത്തിട്ട് കുറെ കൊല്ലങ്ങളായി. എന്തിനു വേണ്ടി? വീണ വിജയന്റെ കമ്പനിക്ക് പണം കൊടുത്തു. വെറുതെ പണം കൊടുക്കുക മാത്രമല്ല, വേറൊരു കമ്പനി ഉണ്ടാക്കി, CMRLന്റെ ഉടമസ്ഥന്റെ ഭാര്യയുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി ഇവർക്ക് 78 ലക്ഷം രൂപ കൊടുത്തു. കൊടുത്തതിന് ശേഷം ആ കമ്പനി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ആ പൈസ തിരിച്ചടച്ചില്ല. പ്രാക്ടിക്കലി അത് ഇവർക്ക് കിട്ടി. ഇതെന്ത് സേവനം നൽകിയതിനായിരുന്നു എന്നതാണ് ഫണ്ടമെന്റലായ ചോദ്യം. ഈ ചോദ്യം നിലനിൽക്കുന്നു, കുറെ കാലമായി നിലനിൽക്കുന്നു. പലരും കയറി ഇടപെടുന്നു. മാത്യു കുഴൽനാടൻ ഇടപെടുന്നു, ഷോൺ ജോർജ് ഇടപെടുന്നു. കേസുകളുടെ മീതെ കേസുകളും, പലവട്ടം കോടതികൾ ഇതിന് സ്റ്റേ കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ SFIO കേസ് ഉള്ളത് കൊണ്ട് ED കേസ് എടുക്കേണ്ടതില്ല എന്ന CMRLന്റെ വാദത്തിന് കേരള ഹൈക്കോടതിയുടെ സ്റ്റേ കിട്ടി. അപ്പൊ ആ വാദം നിലനിന്നു. പക്ഷെ ഇന്നലെ ഈ സ്റ്റേ നീക്കുകയും EDക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി കൃത്യമായി പറയുകയും ചെയ്തു. ഈ അനുവാദം കിട്ടിയ ഉടനെ തന്നെ ED അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇന്ന് 12 ഇടങ്ങളിൽ, കേരളത്തിൽ 10 ഇടങ്ങളിലും എക്സാലോജിക്കിന്റെ ഒക്കെ മറ്റേ ഓഫീസ് ബാംഗ്ലൂരിലെ 2 ഇടങ്ങളിലും അടക്കം അവര് അന്വേഷണം നടത്തി, റെയ്ഡ് നടത്തുന്നു. ഒരു കാര്യം, പിണറായി വിജയന്റെ പേരിലല്ല കുറ്റാരോപണമുള്ളത്. വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളും മുൻ മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടിയുടെ പേരിലാണ്. അവരാണ് എക്സാലോജിക് എന്ന കമ്പനി നടത്തിയിരുന്നത്. അങ്ങനെ നടത്തിയിരുന്ന ആ കമ്പനി ഒരു വലിയ വിവാദത്തിൽപ്പെടുക. ഇപ്പൊ ആ കമ്പനി ഇല്ല, ആ കമ്പനി അങ്ങനെ പൂട്ടിപ്പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേറെയുണ്ട്. വെറുതെ കാശ് മേടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അതിന്റെ MD എന്ന നിലയിലാണ് വീണ വിജയനെതിരെ അന്വേഷണം വന്നത്. ഇതിൽ പിണറായി വിജയൻ എന്നൊരു പ്രതിയേ ഇപ്പോഴില്ല. പിണറായി വിജയൻ പ്രതിയാവേണ്ട കാര്യമില്ല. പക്ഷെ സംഭവിച്ചെന്താ? പിണറായി വിജയന്റെ മകൾ എന്ന നിലയിലും റിയാസിന്റെ ഭാര്യ എന്ന നിലയിലും ഇവർ താമസിച്ചിരുന്ന വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ പുതിയതായി പ്രതിപക്ഷ നേതാവായി അദ്ദേഹം കന്റോൺമെന്റ് ഹൗസ് എടുക്കുമെന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടില്ല. മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു, AKG ബേക്കറി ജംഗ്ഷനിൽ. ആ വീട് റെയ്ഡ് ചെയ്യുന്നു. അവിടെ കുറേ ദിവസം വീണ വിജയൻ താമസിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ തറവാട്ട് വീട് എന്ന് പറയാവുന്ന പിണറായിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഇവരുടെ ഭർതൃഗ്രഹമായ റിയാസിന്റെ വീട്ടിൽ കോഴിക്കോട് റെയ്ഡ് നടക്കുന്നു. മറ്റു സ്ഥലങ്ങളിലും വേറെ രീതിയിൽ CMRLന്റെ ഓഫീസിലൊക്കെ റെയ്ഡ്. ഈ റെയ്ഡ്, ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ അല്ല ഇതിൽ പ്രതി എന്നതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ കേസ് വന്നപ്പോൾ എടുത്ത നിലപാട് പാർട്ടി എടുക്കണമായിരുന്നു എന്നാണ് പറയുന്ന ഒരാളാണ് ഞാൻ. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ മയക്കുമരുന്ന് കേസാണ് വന്നത്, ചെറിയ കേസല്ല. പരപ്പനഹാര ജയിലിൽ 1 വർഷത്തിലധികം അദ്ദേഹം കിടന്നു. ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കെന്താ? അത് എൻ്റെ മകനാണ് എന്നതുകൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്തമില്ല, പാർട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും, അവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നായിരുന്നു അതിൻ്റെ നിലപാട്. അത് ശരിയായൊരു നിലപാടാണ്.
പക്ഷെ വീണ വിജയനെതിരെ കേസ് വന്നപ്പോൾ ആദ്യം മുതൽ തന്നെ ഇതിനെ പാർട്ടി ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പാർട്ടിക്ക് എങ്ങനെ പറയാൻ പറ്റും? പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം? നാളെ വീണ വിജയൻ തെറ്റ് ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് വരില്ലേ? അങ്ങനെ ഒരു കാര്യം പാർട്ടി എടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സാധാരണ മനുഷ്യരിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഈ വിഷയങ്ങൾ പൊന്തി വന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ LDFന് പരാജയമുണ്ടായി. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് വരുന്നത്. ഇത് തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ബന്ധമില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മുടെ അനുഭവത്തിൽ ഇത് ബന്ധമുണ്ട്. മറ്റൊരു കാര്യം, EDയുടെ ഒരു ആരാധകനല്ല ഞാൻ. EDയെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയായിട്ട് കണക്കാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മടിയിൽ കനമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന പിണറായി വിജയന്റെ മകൾക്കോ പിണറായി വിജയനോ എന്തിനാണ് EDയെ ഭയപ്പെടുന്നത്? എന്തിനാണ് ED റെയ്ഡിനെതിരായി സംസാരിക്കുന്നത്? അവരൊന്ന് അന്വേഷിച്ചു പോകട്ടെ. അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷേ ആ നിലപാടല്ല പാർട്ടി സ്വീകരിച്ചത്. പാർട്ടി ഇതിനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്തത്. പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്തത്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്നാമത്, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും താഴെത്തട്ടിലെ കമ്മിറ്റികളിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലടക്കം ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പാർട്ടി അണികൾ വ്യാപകമായി പറയാൻ തുടങ്ങി. MV ഗോവിന്ദനും പിണറായി വിജയനും വിമർശനം കിട്ടാത്ത ഒരു ജില്ലാ കമ്മിറ്റിയും ഒരു യോഗവും നടന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും വിമർശനമുണ്ടായി. അത് പലതും അതിര് കടന്ന വിമർശനങ്ങളുമാണ്. എന്നിട്ടും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ വലിയ അമർഷം പാർട്ടിക്കകത്തുണ്ട്. ആ അമർഷം ഇപ്പോൾ ഇല്ലാതാക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ രക്തസാക്ഷി പരിവേഷം കിട്ടുന്നു. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ രക്തസാക്ഷി പരിവേഷം ഒന്നിൽ കിട്ടേണ്ട കാര്യമില്ല. കാരണം ഏതോ ഒരു വീണ വിജയൻ അവർക്കെതിരെയുള്ള ഒരു കേസാണ് എന്ന് കണക്കാക്കി വിടേണ്ട ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു തോൽവിയിൽ പിണറായി വിജയന് പങ്കുണ്ട് എന്ന്. പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുവെന്നും പിണറായി വിജയൻ വർഗീയതയുമായി സന്ധി ചെയ്തുവെന്നും ഒക്കെ പറയുന്ന വാദങ്ങൾ വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ഇതിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പിണറായി വിജയന് പിടിച്ചു നിൽക്കാനാവില്ല. ഇത് കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കും. അതുവരെ പിണറായി വിജയന് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ CPMന്റെ മുഖമായി പിണറായി വിജയനെ വെച്ചുകൊണ്ട് LDFനും CPMനും മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അങ്ങനെ കഴിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ BJP ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള സംശയം പോലും എനിക്കുണ്ട്. കാരണം പിണറായി വിജയനെ ഒരാളാക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ CPMൽ തുടരും. പിണറായി വിജയൻ തുടരുന്നിടത്തോളം CPMൽ വലിയ തോതിലുള്ള അടിയിൽ മണ്ണൊലിച്ചു പോവും. അതിന്റെ ഗുണഭോക്താക്കൾ തങ്ങളായിരിക്കും എന്ന വിശ്വാസം അവർക്കുണ്ടോ? അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി പുതിയൊരു ലീഡർഷിപ്പ് വന്നാൽ ഒരുപക്ഷെ CPM പുനർജനിച്ചേക്കാം എന്നൊരു തോന്നലുണ്ട്. അതിനൊരു ചാൻസ് കൊടുക്കാതിരിക്കാനാണോ ചെയ്തതെന്നറിയില്ല. ഏതായാലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇപ്പൊ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ കുറ്റാരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കേസുണ്ട്. മകളെ അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന വാദം പാർട്ടിക്കാർക്കിടയിൽ തന്നെ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് ഇത് ഒറ്റ നോട്ടത്തിൽ പിണറായി വിജയന് ഗുണകരമാണ് എന്ന് പറയുമെങ്കിലും ദീർഘകാല പരിപ്രേക്ഷ്യത്തിൽ CPMന് ഇത് ദോഷകരമാവാനാണ് സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിനു മുമ്പ് പിണറായി വിജയനെ മാറ്റി പുതിയൊരു ലീഡർഷിപ്പും പുതിയൊരു ആശയങ്ങളും വന്നാൽ, തിരുത്തു വന്നാൽ ഈ പാർട്ടി ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം.